ഗുരുവായൂരിൽ പോകുന്ന ഭക്തർ മമ്മിയൂരിലും കൂടി പോയാലേ യാത്ര പൂർണ്ണമാവൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? പണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന്റെ അന്ത്യത്തിന് കാരണക്കാരനായ തക്ഷകന്റെ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ നടത്തിയ ഭീകരയാഗത്തിന്റെ ഫലമായി കുഷ്ഠരോഗം പിടിപെട്ട് നരകയാതന അനുഭവിച്ച ജനമേജയൻ ഒടുവിൽ ദത്താത്രേയ മഹർഷിയുടെ വാക്ക് കേട്ട് ഗുരുവായൂരിൽ പോയിട്ട് ഭജന ആരംഭിച്ചു. അന്ന് ജനമേജയന് ദത്താത്രേയൻ പറഞ്ഞു കൊടുത്ത ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് പത്മകൽപ്പത്തിന്റെ ആദിയിൽ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ബ്രഹ്മാവിന് മുൻപിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവമുണ്ടാകാൻ ഒരു അവസരം വേണം എന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോ മഹാവിഷ്ണു തൻ്റേതു തന്നെയായ ഒരു വിഗ്രഹം തീർത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ചു. പിന്നീട് വരാഹകൽപ്പത്തിൽ സന്താന സൗഭാഗ്യത്തിനായി മഹാവിഷ്ണുവിനെ ഭജിച്ചു വന്ന സുതപസ് എന്ന രാജാവും പത്നിയായ പ്രശ്നിയും ബ്രഹ്മാവിൽ നിന്ന് ഈ വിഗ്രഹം കരസ്ഥമാക്കി. അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ താൻ തന്നെ 4 ജന്മങ്ങളിൽ അവരുടെ മകനായി അവതരിക്കാം എന്ന് അരുളി ചെയ്തു. തുടർന്ന് സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിന്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു. പിന്നീട് സുതപസും പ്രശ്നിയും കശ്യപനും അതിഥിയായിട്ട് പുനർജനിച്ചപ്പോ തേത്രായുഗത്തിലെ 2ാം ജന്മത്തിൽ ഭഗവാൻ അവരുടെ പുത്രനായി വാമനൻ എന്ന പേരിൽ അവതരിച്ചു. പിന്നീട് തേത്രായുഗത്തിൽ തന്നെ അവർ ദശരഥനും കൗസല്യയുമായി പുനർജനിച്ചപ്പോ ഭഗവാൻ അവരുടെ പുത്രനായി ശ്രീരാമൻ എന്ന പേരിൽ അവതരിച്ചു. തുടർന്ന് ദ്വാപരയുഗത്തിൽ അവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോ ഭഗവാൻ അവരുടെ പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു. ഈ 4 ജന്മങ്ങളിലും അവർക്ക് ഈ പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് അവതാരമൂർത്തി തന്നെയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഗ്രഹം മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം പണിത് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എന്നും രാവിലെ അദ്ദേഹം പത്നിമാരായ രുക്മിണിക്കും സത്യഭാമയ്ക്കുമൊപ്പം ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഒടുവിൽ ദ്വാപരയുഗം കഴിഞ്ഞ് ഭഗവാൻ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുമ്പോ തൻ്റെ ഭക്തനായ ഉദ്ധവരോട് താൻ പൂജിച്ച വിഗ്രഹം ഒഴികെ മറ്റെല്ലാം നശിക്കുന്ന ഒരു പ്രളയം 7 ദിവസം കഴിഞ്ഞുണ്ടാവുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുന്ന വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കണമെന്നും അറിയിച്ചു. ഉദ്ധവര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കടലിൽ നിന്ന് പൊക്കിയെടുത്ത വിഗ്രഹവുമായി ബൃഹസ്പതിയും വായുദേവനും സഞ്ചരിക്കുന്ന വഴിയിൽ ഭാർഗവ ക്ഷേത്രത്തിൽ ഒരിടത്തെത്തിയപ്പോ പാർവതീ പരമേശ്വരന്മാരുടെ താണ്ഡവ നൃത്തം ദർശിച്ചു. തുടർന്ന് അവരുടെ അനുമതിയോടുകൂടി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഗുരുവായൂരും അവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂരപ്പനുമായിട്ട് മാറി. ഈ പുണ്യമുഹൂർത്തത്തിൽ പങ്കെടുത്ത പാർവതീ പരമേശ്വരന്മാർ പിന്നീട് ശക്തി പഞ്ചാക്ഷരി ധ്യാന രൂപത്തോടെ മമ്മിയൂരിൽ സ്വയംഭൂവായിട്ട് അവതരിച്ചു. ഇന്ന് ഗുരുവായൂരിൽ പോകുന്ന ഭക്തന്മാര് മമ്മിയൂരിലും കൂടി പോയാലേ യാത്ര പൂർണ്ണമാവൂ എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഇതിന് കഴിയാത്ത ആൾക്കാര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി നടയിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴാറുണ്ട്. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ.